ഹലോ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഓൾറെഡി പറയുന്ന പോലൊരു കാര്യം കൂടി ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ. അപ്പോൾ ഞാനൊരു തുടക്കക്കാരി എന്ന രീതിയിൽ കുറേ മിസ്റ്റേക്കുകൾ സംഭവിക്കും. പറയുന്നതിൽ ചിലപ്പോൾ തപ്പലും പിഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി വാരണാസി വ്ളോഗിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ മറക്കാണ്ട് കാണുന്നല്ല, ഇത് കാണുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വാരണാസി പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഏതാണ് ട്രാൻസ്പോർട്ടേഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഫ്ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു മിനിമം 3rd AC എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 3rd AC കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3rd AC ആണ് പിന്നെയും വൃത്തിയുള്ളതെന്ന് പറയാം. 2nd AC എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2nd AC ആയാലും മതി. 2nd AC ആണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഞാൻ 2nd AC പോയത്. പക്ഷെ മിനിമം നിങ്ങൾ 3rd AC എടുത്തിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എപ്പോഴും. അപ്പോൾ നമ്മൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹോട്ടലുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം കുറച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ എത്ര പൈസ പോയാലും. പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വലിച്ചു വാരി കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. നല്ല ഹോട്ടലിൽ, നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടല്ല, നമുക്കറിയുന്ന ആൾക്കാരല്ല. നമുക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാലും നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം ആരും നമ്മളെ നന്നാക്കാൻ നടക്കുന്നവരല്ല. അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് നമ്മൾ വഴി ഇങ്ങനെ പോകുന്നുണ്ടാവും. അവിടെ പോകുന്ന സമയത്ത് ലോക്കർ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഈ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് പറയും ലോക്കർ ഉണ്ട്, ഫ്രീ ആണ്, ഫ്രീ ലോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വരും. അപ്പോൾ നമുക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ നമ്മൾ ലോക്കറിന് കേൾക്കുമ്പോൾ ശരിയാണ്, അമ്പലത്തിലേക്ക് ഫോൺ കയറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റേ ഇവരെന്ത് ചെയ്യും, ഇത് നമ്മളെ മൈൻഡിലേക്ക് എത്തിക്കും ലോക്കർ ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഓൾമോസ്റ്റ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ലോക്കർ ഇതിലേക്ക് കൊടുക്കും. ഫ്രീ തന്നെയാണ് കേട്ടോ, സെക്യൂർഡൊക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അവിടെ ലോക്കറിൽ വെക്കാനൊന്നും പൈസ ഒന്നും വേണ്ട. പക്ഷെ അവരുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കുറച്ച് പൂക്കളും സാധനങ്ങളൊക്കെ ഉണ്ട് ദേവിക്ക് ഇങ്ങനെ കൊടുക്കാനും, ദേവിക്കല്ല അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അത് നമ്മളെ കൊണ്ട് പിടിപ്പിക്കും. ഇങ്ങനെ ബാർഗൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞ് ലാസ്റ്റ് തൊഴിലില്ലാണ്ട് നമ്മൾ മേടിക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 4th ഗേറ്റിൽ, ഈ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ 4th ഗേറ്റിൽ ഓൾറെഡി ലോക്കർ സംവിധാനം ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളോട് ഫ്രീ ലോക്കർ എന്ന് പറഞ്ഞിട്ട് അവരുടെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പിന്നെയുള്ള ശ്രമം. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, ഒന്ന് ഫുഡ്, പിന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്നത് നമ്മുടെ സേഫ്റ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എന്താ പറയുക, നമ്മൾ ചെന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല. പിന്നെ അവിടെയൊക്കെ എന്താ ചെയ്യാൻ, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസുകളൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളുടെയൊക്കെ കിട്ടിയ റൂം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്തായിരുന്നു ബാത്റൂം. അതൊക്കെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയതിന് തന്നെ 1300 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് രാത്രി നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മളിപ്പോൾ
എന്തെങ്കിലും ട്രാവൽ ചെയ്യാണ്, ചെറിയ ചെറിയ ട്രാവലിംഗ് ഒക്കെ നടക്കുമല്ലോ അവിടെ, ഓട്ടോറിക്ഷയോ റിക്ഷകൾ ഏതെങ്കിലും ആയിക്കോട്ടെ, അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പൈസ പറഞ്ഞു വെച്ചതിന് ശേഷം മാത്രം നമ്മൾ വണ്ടിയിൽ കയറാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ലാസ്റ്റ് എന്നിട്ട് അവർ പറയും ഇത്ര രൂപയായില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളായിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ആ പൈസ കൊടുത്തിട്ട് തന്നെ പോരേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ഫസ്റ്റ് പൈസ പറയുക, അതിനുശേഷം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, കണ്ണടച്ച് വിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന എന്താ ഒരു കാര്യത്തിന് മിസ്റ്റേക്കുകൾ വന്നതിന് ശേഷമാണ് പഠിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Bye bye.